ആ ബോക്സിംഗ് ചത്തുപോയത് ഒരേ കണക്കിന് നന്നായി. ഒന്നുമില്ലേ ധൈര്യമായിട്ട് അവളുടെ പുറകെ നടക്കാമല്ലോ. എനിക്കൊരു ഐഡിയ. എന്താ? അവളുടെ ചത്തുപോയ ചേട്ടന്റെ കൂട്ടുകാര് നമ്മളാണെന്ന് അങ്ങോട്ട് കാച്ചിയാലോ? വേണ്ട വേണ്ട, നീ ഇന്നലെ ഒരു കാച്ചതിന്റെ ക്ഷീണവും കിതപ്പൊന്നും ഇതുവരെ വിട്ട് മാറിയിട്ടില്ല. മഹാദേവ, നമ്മുടെ കയ്യിൽ ഗ്ലാമർ ഉണ്ട്, അത് വെച്ച് നമ്മൾ അവളെ വീഴ്ത്തുന്നു. എന്തായാലും അവളുടെ പേര് കൊള്ളാം, മായ. മായ, മായാ മഹാദേവൻ. എന്താ എന്താ എന്താ? അല്ല, ഞാനൊന്ന് പറഞ്ഞു നോക്കുകയായിരുന്നു. മായാ മഹാദേവൻ, നല്ല ചേർച്ചയുണ്ടല്ലേ? ചേർച്ച നിനക്ക് മാത്രമല്ല, മായ അപ്പുക്കുട്ടൻ എന്ന് പറഞ്ഞാലും ചേരും. മായ ഗോവിന്ദൻകുട്ടി എന്താ മോശമാണോ? മായ തോമസ് കുട്ടിയോ? അവളുടെ വണ്ടിയല്ലേ ഒരുത്തം കാറ്റൂട്ടി വിടണണ്ട. ഏതാടാ പിശാച്? പിശാചല്ലടാ, ദൈവദൂതൻ. ഇവനെ വെച്ച് നമുക്കൊരു കളി കളിക്കാം. വാ. എന്താ? കാറ്റ് കുത്തിവിടുന്നത് ചേട്ടന്റെ ഒരു ഹോബിയാണല്ലേ? അത് ചോദിക്കാൻ നീ ആരടാ? എടാ പന്നി, തെണ്ടിത്തരം കാണിച്ചിട്ട് ഇന്ന് ഷൈൻ ചെയ്യുന്നു. ചോദിക്കാനും പറയാനും ആളില്ലെന്ന് വിചാരിച്ചു അവനൊക്കെ. ചോദിക്കാനും പറയാനും ഒക്കെ ഇവിടെ ആളുണ്ട്, പക്ഷെ കാണാനും കേൾക്കാനും ആള് വേണ്ടേ? അതെ, കാണാനും കേൾക്കാനൊക്കെ ഉള്ള അവളിങ്ങോട്ട് വന്നേക്കട്ടാ. അവളെ മുമ്പിൽ വെച്ച് നമുക്ക് ചോദിക്കാം. വരുന്നുണ്ട്. ഇനി തുടങ്ങിക്കോ, ഇനി തുടങ്ങിക്കോ. നീ കാറ്റ് കുത്തിവിടുവല്ലേ? ഞങ്ങളൊക്കെ ഞാനിത് ഒരേ അടിച്ചിട്ടില്ല. ഊതാനല്ലേ പറഞ്ഞത്? കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികൾ വണ്ടി കൊണ്ടുവന്ന് വെക്കുമ്പം അതിന്റെ കാറ്റ് തുറന്നു വിടുന്നത് ഇവന്റെയൊക്കെ സ്ഥിരം തൊഴിലാ. ഉദിക്കടാ. ഇയാള് വണ്ടിയുടെ കാറ്റൂരി വിട്ടു, ഞങ്ങള് കണ്ടില്ലായിരുന്നു. ഒന്ന് മാറിയുന്നേ, കുട്ടി ആളെ ഒന്ന് കാണട്ടെ. അപ്പൊ ഇതാരുടെ വണ്ടി? തോമസ് കുട്ടി വിട്ടോടാ.